മധുരയിലോട്ടാണ് നമ്മുടെ യാത്ര. നമ്മളിതാ മധുര റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുകയാണ്. സമയം 10:15 എടുക്കുന്നു. അതായത് ഇന്ന് ഞായറാഴ്ചയാണ്, 5-ാം തീയതി, ഓഗസ്റ്റ് 5 ഞായറാഴ്ച രാവിലെ 10:15 ഇത് ട്രെയിൻ അമൃത എക്സ്പ്രസ് ആണ്. നമ്മൾ കയറിയിട്ടുള്ളത് കോട്ടയത്തു നിന്നാണ്. ഇപ്പം ഫോർത്ത് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മൾ മധുരയിലെ കുറച്ച് കാഴ്ചകളാണ്. അതായത് മധുരയിൽ നിങ്ങൾ സ്ഥിരം കാണുന്ന കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് കാഴ്ചകളാണ് നമ്മൾ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കില്ലെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഫോർ സ്റ്റോറീസിൻ്റെ മധുര എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിപ്പം മധുരയിലാണുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെങ്ങനെ മധുര വരെ വന്നു എന്നുള്ളത് പറയാം. കാരണം വേറെ ഒന്നുമല്ല, മിക്ക വീഡിയോ ഞാൻ കണ്ടതിൽ അത് എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തുന്നതെന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മളേതായാലും ഇങ്ങോട്ട് വന്ന കാര്യം പറയാം. നമ്മളിന്ന് രാത്രി 11:30 കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. കോട്ടയത്ത് നിന്ന് മധുരയിലോട്ട് എല്ലാ ദിവസവും അമൃത എക്സ്പ്രസ് സർവീസ് നടന്നുണ്ട്. പക്ഷേ ഇന്നലെ ട്രെയിൻ വന്നപ്പോൾ 12:30, അതായത് ഏകദേശം 1 മണിക്കൂർ താമസിച്ചാണ് ട്രെയിൻ വന്നത്. പിന്നെ ട്രെയിൻ കയറി നമ്മൾ ഈ പറഞ്ഞ സ്ലീപ്പർ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഒന്ന് ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും നമ്മുടെ ഈ പറഞ്ഞ കാറ്റാടിപ്പാടങ്ങളാണ്. കാറ്റാടിപ്പാടങ്ങൾ നിറയെ കാറ്റാടിപ്പാടങ്ങളാണ്. തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയാണത്. അവരതിൽ നിന്ന് ഒരുപാട് എനർജി കണ്ടെത്തുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേരളം എന്നുള്ള പേര് അനവർത്ഥമാക്കുന്ന അനവർത്ഥം എന്നല്ല വാക്ക്, ആ ഒരു സംഭവം ആക്കുന്ന ഇഷ്ടംപോലെ തെങ്ങുകൾ തമിഴ്നാട്ടിലുണ്ട്. കേരളത്തിലല്ല കേട്ടോ, തമിഴ്നാട്ടിലുണ്ട്. അതായത് ഇപ്പം കേരളത്തിൽ തെങ്ങൊന്നും ഇല്ലെങ്കിലും തമിഴ്നാട്ടിൽ തെങ്ങുണ്ട്. കേരളത്തിൻ്റെ പേരിൽ മാത്രമേ കേരം ഇപ്പം നിലവിലുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മുടെ തമിഴ്നാടിൻ്റെ വൈഗ ഡാമൊക്കെ അറിയാമല്ലോ, തേനിയിലെ വൈഗ ഡാം. അപ്പോൾ ആ ഒരു നദി, വൈഗ നദിയൊക്കെ പറ്റിക്കിടക്കുകയാണ്, വേനലാണല്ലോ. അതൊക്കെ കണ്ടാണ് നമ്മൾ മധുരയിലോട്ട് വരുന്നത്. മധുര റെയിൽവേ സ്റ്റേഷനും അത്യാവശ്യം ഇവിടെ എന്തൊക്കെയോ വലിയ പണികൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെയാണ് മധുര വരെ എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ലൊക്കേഷനോട്ട് പോകാം. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് മധുരയിലേക്ക് ചോർ ബസാർ എന്ന് പറയുന്ന, മുംബൈ ചോർ ബസാർ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡൽഹി ചോർ ബസാർ. ഇത് ചോർ ബസാറൊന്നുമല്ല, ഒരു സൺഡേ മാർക്കറ്റാണ്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ലെന്നാണ് മധുരക്കാർ പറയുന്നത്. എന്ത് ഇവിടെ കിട്ടും, നിങ്ങൾ എന്ത് വേണം ചോദിച്ചോ ഇവിടെ ഉണ്ടാവും. അതും വളരെ ചെറിയ വിലയ്ക്ക്. ലാപ്ടോപ്പിനൊക്കെ 1000 രൂപ, മൊബൈൽ ഫോണിന് 500 രൂപ, അങ്ങനെയുള്ള എല്ലാ സാധനം, ക്യാമറകൾ, ആക്ഷൻ ക്യാമറ, എന്ത് തരത്തിലുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് കിട്ടും. ലോകത്തുള്ള ഏത് പൂട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് തുറക്കാനുള്ള താക്കോൽ ഇവിടെ ഉണ്ടാക്കി തരും. അതും കൈവച്ച് ഉണ്ടാക്കി തരും. അങ്ങനെ നിരവധി സാധനങ്ങളുള്ള സൺഡേ മാർക്കറ്റ്, അത് കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ സൺഡേ മാർക്കറ്റിൻ്റെ കാഴ്ചകളിലിട്ട് നമുക്ക് പോവാം. അങ്ങോട്ട് തന്നെയാണോ ഇതേ ഊര് മധുര? ആർട്ടിസ്റ്റ് എന്താ ആർട്ടിസ്റ്റ്? എന്താ പടം, ഏത് പടത്തിലെടുക്കാ? இதுல இருக்கு. உங்க பேர் என்ன? செல்வராஜ். விக்ரம் சார் எல்லாமே பதிவு. என்ன பதிவு? எல்லாம் படம் இல்ல. இது போடாம வந்து பழைய ஐட்டங்கள், பழைய பொருட்கள் ஃபுல்லாவே எல்லாம் பழைய, அதாவது 20 வருஷம் 30 வருஷம் அந்த மாதிரி பழைய ஐட்டங்கள். இந்த மதுரையெல்லாம் இந்த ஏரியாக்குள்ள, அதாவது ஞாயிற்றுக்கிழமை சந்தைன்னு பேர். ஞாயிற்றுக்கிழமை ஒரு நாள் இங்கே வந்தால் பழைய பொருட்கள் ஃபுல்லாகவே வாங்கலாம். யாராச்சும் மட்டும்தான் இருக்கு. எல்லா பொருட்களும், எந்த பொருளும் இல்லை, எல்லா பொருட்களுமே எல்லாம் கிடைக்கும். அதுக்கப்புறம் பழைய பொருட்கள், அது ஃபுல்லாகவே பழைய பொருட்கள். இப்போ உள்ள பொருட்கள் இல்லையா? இது இன்னைக்கு ரேட் என்ன, ஒரு 500 ரூபாய்க்கு கொடுக்கலாம் இன்னைக்கு ரேட்டு. இது முத வந்திருக்கிற போது அப்ப இதோட ரேட் வந்து 1500 2000 அந்த ரேஞ்சுக்கு. இப்போ ஒர்க்கிங்க இது இப்போ ஒர்க்கிங் கிடையாது. இது ஒரு 40,000 ரூபா. இந்த அயன் பாக்ஸ் ഒക്കെ വർക്ക് ആവോ? അയൺ ബാക്സ് അതൊക്കെ എത്രയാണ് വില? അത് 200 രൂപ 300 രൂപ അത്രേ ഉള്ളൂ. ഇല്ല, ഇത് ലൈറ്റ് ആണ്. ലൈറ്റ് ഉണ്ട്, அந்த உலக்க 70 வருஷம் 80 வருஷத்துக்கு முன்னாடி உள்ளது.
ഈ പാത്രങ്ങളോ? இந்த பாத்திரம் வந்து 50 வருஷம் இருக்கும். 50? 50 வருஷம். അതെല്ലാം എത്ര രൂപ വെക്കുന്നത് ഇപ്പം? എവിടെ പൈസ കൊടുക്കാണ്? அது வந்து 2000 ரூபாய் வந்து 3000 ரூபாய் கொடுக்கும். விளக்கு குத்து விளக்கெல்லாம் வந்து பழைய விளக்குகள் இருக்கும், புது விளக்குகள் இருக்கும். அந்த தூக்கெல்லாம் வந்து கிட்டத்தட்ட ஒரு 60-70 வருஷத்துக்கு முன்னாடி உள்ள தூக்கு, பித்தாள தூக்கு, அதெல்லாம் வந்து 60-70 வருஷத்துக்கு முன்னாடி உள்ள தூக்கு. உலக்கைக்கெல்லாம் கிட்டத்தட்ட 80-90 வருஷம் இருக்கும். ஏன்னா பூராமே இப்போலாம் அது கிடையாது. ஃபுல்லாவே இது അയർമഞ്ച കട്ടയുടെ പോകുന്നത്. ശരിയാണ്, കാണാം. തമിഴ് എല്ലാവർക്കും തന്നെ മനസ്സിലാവും തോന്നുന്നു. പുള്ളി അവിടെ ഇരിക്കുന്ന സാധനങ്ങളുടെ കാലപ്പഴക്കത്തിൻ്റെ കാര്യവും പുള്ളി സിനിമ നടത്തണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പോയില്ല. ഞാൻ ഇത് ഈ മാർക്കറ്റ് കാണാനുള്ള ഒരു വ്യഗ്രതയിൽ ഇങ്ങ് പോന്നു. പക്ഷേ ആശാൻ കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു നടനാണെന്നാണ് പറഞ്ഞത്. ഞാനും ഗൂഗിളിലൊക്കെ ഒന്ന് നോക്കി, പക്ഷേ ചിലപ്പം ജൂനിയർ ആർട്ടിസ്റ്റായിട്ടായിരിക്കാം. എന്നിരുന്നാലും അദ്ദേഹം ഒരു നടനാണ്. അപ്പം അവിടെയുള്ള സാധനങ്ങളുടെ കാലപ്പഴക്കം പറയുന്നതിലൊക്കെ അത് എത്രത്തോളം പഴയതാണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. എന്തായാലും ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കുറേ വാച്ചുകൾ, ഈ വാച്ചുകൾ ചിലത് വർക്കിംഗ് ആണ്, എന്നാൽ ചിലത് വർക്കിംഗ് അല്ല താനും. അപ്പം വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. അവിടെ ആയിരുന്ന പാത്രങ്ങളൊക്കെ 2000-2500 രൂപ വിലയൊക്കെ പറയുന്നുണ്ട്. കാരണം 50 വർഷം 60 വർഷം പഴക്കമുള്ളതാണ് പുള്ളി പറയുന്നത്. നമുക്കതിന് അറിയില്ല എൻ്റെ പഴക്കത്തെ പറ്റിയിട്ട്. അപ്പം ഇതുപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ നോക്കി വാങ്ങിക്കാം. നമുക്ക് അങ്ങനെ നോക്കി വാങ്ങിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മധുരയ്ക്ക് വരാം, ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാം. പല സാധനങ്ങളുണ്ട് ഇവിടെ, സ്റ്റേഷനറി ഐറ്റംസും എല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നമ്മളതിൻ്റെ കുറച്ചും കൂടി ഉണ്ട്, നടന്ന് കാണാൻ നോക്കിയാലും ഒത്തിരി പേര് ഇത് വാങ്ങാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. കളിപ്പാട്ടങ്ങളുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അടുത്ത ഈ പഴയ സാധനമാണ് ചാർജറുകള്, മൗസ്, ഇലക്ട്രോണിക് ഐറ്റംസിന്റെ വലിയ കൂമ്പാരം തന്നെ ഉണ്ട്. കാണുമ്പോൾ ചിലപ്പം ഇതൊക്കെ വാങ്ങാൻ ആരാണ് ഉള്ളതെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ പല സാധനങ്ങളും നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്, ഇപ്പോൾ DIY പ്രോജക്റ്റൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം തപ്പി നടക്കും. അതായത് പണ്ടൊക്കെ ഈ മിനിമോട്ടൊക്കെ തപ്പുന്ന ഒരു കാലമില്ലേ, ആ കാലത്തൊക്കെ ഇവിടെ വല്ല മധുരയിൽ ഇങ്ങനെ മാർക്കറ്റ് ഉണ്ടോയെന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതുപോലെ മേടിക്കാനൊക്കെയുള്ള സൗകര്യം. കാരണം ഈ പഴയ സാധനങ്ങളൊന്നും മേടിക്കുന്ന കടകളൊന്നും നമ്മുടെ നാട്ടിലില്ല. അല്ലെങ്കിൽ നമ്മൾ ആക്രിക്കടയിൽ പോയി കയറി ഇറങ്ങണം. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് ചെറിയ നട്ട് ബോൾട്ട്, ചെറിയ സ്ക്രൂകൾ, ചിലപ്പം എന്തെങ്കിലും ഒരു മിനി മോട്ടർ അല്ലെങ്കിൽ ചെറിയൊരു സ്വിച്ച് ബോർഡിൻ്റെ ഭാഗങ്ങൾ, ചിലപ്പോൾ ഒരു പഴയ ചാർജറായിരിക്കാം, അതിലിപ്പോൾ ഒരു ലാപ്ടോപ്പിൻ്റെ കീബോർഡ് നമുക്ക് വേണം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ക്രൂ ഡ്രൈവർ, ഈ ചുറ്റിക, അല്ലെങ്കിൽ പഴയ ടേപ്പ് റെക്കോർഡർ, പിന്നെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പഴയ സാധനങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അത് കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പലയിടത്തും ചെറിയ മാർക്കറ്റ് കാണും. എന്തിനാ പോലെ ഇത്രയും വലിയൊരു മാർക്കറ്റ് ഈ പഴയ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ട്. ടേപ്പ് റെക്കോർഡറൊക്കെ പഴയത്, പഴയ കോയിനുകളുണ്ട്, നോട്ടുകൾ എല്ലാം ഉണ്ട് കേട്ടോ. നിരോധിച്ച 500-ന്റെ ഒക്കെ നോട്ടുകൾ ഒരുപാടുണ്ട്. നിങ്ങൾ ഇവിടെ തന്നെ ഉള്ളതാണോ? ഇവിടെ തന്നെ ഉള്ളതാ മധുര? കേരള. பேர் இறந்து போனாங்க, ரொம்ப பேர் இறந்து போனாங்க. ஒரு முன்னெச்சரிக்கையாவது இருந்திருக்கணும், நாட்டுக்காரங்க சொல்லணும், சரி இந்த இடத்துல இருக்காதீங்க. அது அப்படி சொல்ல முடியாது. கேரளாவில் அவங்க போக மாட்டாங்கிறது. இந்த மண்ணு இருக்கிற இடத்துல தண்ணி வந்து தண்ணி அப்படியே எடுத்துட்டு போவேன். நிறைய பேர் இருக்காங்க, நிறைய பேர் இருக்காங்க. இங்க இருந்து கூட 5 கோடியாவது நிறைய பேர் போயிருக்காங்க. ரெஸ்க்யூக்காக வந்திருக்காங்க. தமிழ்நாட்டுக்காரங்க நிறைய பேர் വന്നിരിക്കാங்க. ഞാൻ കേരളത്തിൽ നിന്ന് പറഞ്ഞപ്പം ആ 2 അണ്ണന്മാർ നമ്മുടെ ആദ്യം ചോദിച്ച കാര്യം വയനാടിനെ പറ്റിയിട്ടാണ്. വയനാടിൻ്റെ അവസ്ഥയാണ് അവർ ചോദിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും നമുക്ക് ധനസഹായത്തിൻ്റെ കാര്യം, അതുപോലെ ഒരുപാട് ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് റെസ്ക്യൂവിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് ഞാനവരോട് പറഞ്ഞു.
അപ്പം അവർ പോലും ഈ ചോദിക്കുന്നത് അത്രയും വലിയൊരു അപകടമാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. അപ്പം ആ ഒരു അപകടത്തെ പറ്റി ഓർക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു വിങ്ങൽ മാറത്തില്ല. നമ്മളേതായാലും ഈ മാർക്കറ്റിൻ്റെ മറ്റ് വശങ്ങളിലോട്ട് പോവുകയാണ്. ഇത് കാരക്കുടി ഐറ്റംസ്, കാരക്കുടിയാണ്. കാരക്കുടി ഓൾഡ് ചെട്ടിനാട് ഐറ്റംസ്. ഇത് വാങ്ങാൻ വന്നാണോ? வாங்காம வந்தா நான் வாங்கல, பார்த்துட்டு எல்லாரும் நான் வேற பாக்குறேன். அதுக்காக ஃபார் சேல், எவ்ரிதிங் ஃபார் சேல். ആള് നമ്മളെപ്പോലെ സാധനം കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ആൾ പറഞ്ഞിട്ടല്ലോ എവറിത്തിങ് ഈസ് ഫോർ സെയിൽ, എല്ലാം വിൽക്കാനുള്ളതാണ്. ഈ മാർക്കറ്റിൻ്റെ രണ്ട് വശത്തുമായിട്ട് കാണുന്ന എല്ലാ സാധനങ്ങളും എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന പഴയ സാധനങ്ങളെല്ലാം വിൽക്കാനുള്ളതാണ്. അപ്പം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകളാണ്. ഈ പഴയ ഗ്രാമഫോണൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അത് എല്ലാം നല്ല പഴയതാണെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ചിലത് പഴയതായിരിക്കും, ചിലത് പുതിയതായിരിക്കും. അപ്പോൾ നല്ല പഴമ തോന്നിക്കുന്ന ഒരുപാട് ഗ്രാമഫോണും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ ഈ പഴയ പിച്ചള പാത്രങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, വിളക്കുകൾ, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റിൽ ഒരു സൈഡിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടു തീരാൻ ആവാത്തത്രയും സാധനങ്ങൾ വിൽക്കാനായിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പഴയ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ്. നമുക്ക് ഇതിന് പാർട്സ് ഒക്കെ, പഴയ ഫോണൊക്കെ എടുക്കുന്നു ഇവിടെ. ക്യാമറ ആണോ അണ്ണാ? അണ്ണാ ഈ ക്യാമറ ആണോ? എത്ര ക്യാമറ? എത്ര? 400. பழைய ஐட்டம் யாருங்களா? 400 രൂപയാണല്ലേ? எவ்வளோ பார்க்குறீங்க? லாஸ்ட் எவ்வளோ? ഞാൻ അയാളുടെ ആ പഴയ ക്യാമറയുടെ വില ചോദിച്ചാണ്. എനിക്കൊന്ന് 200 400 പറഞ്ഞത്. അപ്പോൾ 400 200 ഇനിയിപ്പോൾ നമ്മളൊരു 50 രൂപ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴും ചിലപ്പോൾ നമ്മൾക്ക് തരും. കാരണം അത് വർക്കിംഗ് അല്ല, അതായത് എന്താണ്, അതൊരു സ്റ്റിൽ മോഡലായിട്ട് വേണം നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കാം. പിന്നെ ഈ പഴയ സാധനങ്ങളുടെ കമ്പമുള്ള അതെല്ലാം ഒരു മോഹവിലയാണ്. അതാണ് ഇതിൻ്റെ കാര്യം, മോഹവിലയാണ് ഇതിനൊക്കെ. ഇവിടെയുള്ള ഓരോ സാധനങ്ങളും മോഹവിലയാണ്. അതായത് ആ ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വില കൊടുക്കും, ഇഷ്ടമില്ലെങ്കിൽ അത് വെറും വേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്, ആക്രി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സാധനമാണ്. നമ്മളായാലും മാർക്കറ്റിന് മുമ്പോട്ട് പോവുകയാണ്. ഇനി ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഇവിടെ ഇഡ്ഡലിയാണെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ സൺഡേ മാർക്കറ്റ് എന്ന് പറയുന്ന മധുരയിലെ സൺഡേ മാർക്കറ്റിന്റെ കാഴ്ചകൾ. ഇതൊക്കെ ഇരുമ്പിന്റെ ഐറ്റംസ് ആണ്. വാക്കത്തി, കത്തി, കോടാലി, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ ആക്രിക്കടയിൽ കിട്ടുന്ന എല്ലാ സാധനവും ഇവിടെ കിട്ടും. ഫോണുകളൊക്കെ കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ഫോണിന്റെ പാർട്സ് വേണം കൊടുക്കുന്നത്. പാർട്സ് നമ്മൾ ആ ഒരു ജംഗ്ഷനാട്ടോ ഈ ഒരു മാർക്കറ്റ് തുറക്കുന്നത്. ഇതിപ്പോ നമ്മൾ അവിടുന്ന് വന്ന് ഈ ഒരു മേൽപ്പാലത്തിന്റെ അടിയിൽ കൂടി വീണ്ടും ഇഷ്ടംപോലെ കടകളുണ്ട്. ഞായറാഴ്ച മാത്രമാണല്ലോ അവിടെ സൺഡേ മാർക്കറ്റ് എന്ന് പറയുന്നത്. അങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ്. കീ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന കട കേട്ടോ. താക്കൂർ കൊടുത്ത് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തരും. ഇത് കയ്യാലെ ചെയ്തതാ. ഇവിടെ ഇതുണ്ട്, ഇത് കീ ഉണ്ടാക്കുന്നത് കൈ കൊണ്ടാണ് കേട്ടോ. അതാണ് ഈ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ കീ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും, അത് സർവ്വസാധാരണമായിട്ടൊരു സംഭവമാണ്. പക്ഷേ ഇവരിത് കൈ കൊണ്ട് ഹാൻഡ് മെയ്ഡാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് കട ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നോക്കി, ഇത് DVD പ്ലെയർ, പഴയ VLC പ്ലെയർ, പഴയ ടേപ്പ് റെക്കോർഡർ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ. ഇതൊക്കെ മേടിച്ച് വീട്ടിലൊരു ഷോ പീസായിട്ടൊക്കെ വയ്ക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അത്തരത്തിലുള്ള ആഗ്രഹമുള്ള അല്ലെങ്കിൽ ആ ഒരു താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ വിലയ്ക്ക് 100 രൂപയ്ക്കും 200 രൂപയ്ക്കൊക്കെ ഈ സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും. മുമ്പോട്ട് പോകുമ്പം തുണിയുടെയൊക്കെ കച്ചവടം നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മാർക്കറ്റ് ഏകദേശം ഒരു 600 മീറ്റർ നമ്മൾ നടന്ന് ഇപ്പം തന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് പോവുകയാണ്.
அவன் சரின்னு ஒத்துக்காது, நீங்க என்ன புரிஞ்சுக்கீங்க? കേരള ഇതെല്ലാം പഴസാ സെക്കൻഡ് ഇതെല്ലാം എവിടെ വരണ വർക്കിംഗ് അല്ലേ பேட்டரி போட்டா ஒர்க்கிங் இது ஒர்க்கிங் இது ஒர்க்கிங் இது எல்லாமே എല്ലാം ഞായറാഴ്ച മാത്രമേ ഉള്ളൂ സൺഡേ കൊട്ടുന്നേനാ சண்டே மட்டும் ഇപ്പൊ പേരെന്നാണ് കുമാർ കേരളത്തിലെ കോട്ടയം தெரியுமா അവിടെ എങ്ങനെ വന്നിருக்க 9074 கால் பண்றோம் അരുൺ അരുൺ വന്നു വന്നു ഇത് കുമാർ എന്ന് പറഞ്ഞൊരു അണ്ണനാണ്. ഈ കുമാറൻ നമ്മുടെ നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെ വിളിക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സൺഡേ മാർക്കറ്റിലുള്ള ഏതെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അണ്ണനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ അണ്ണൻ നിങ്ങൾക്കത് വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിൽ അത് എത്തിച്ചു തരാനുള്ള സൗകര്യം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അണ്ണൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും സാധനങ്ങൾ, ഈ കാണുന്ന എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുകയോ അതിൻ്റെ വില അറിയാനൊക്കെ ആയിട്ട് കഴിയും. മധുരൈ സൺഡേ മാർക്കറ്റിൻ്റെ കാഴ്ചകൾ ഈ ഒരു എപ്പിസോഡിലൊന്നും തീരുന്നല്ല കേട്ടോ. ഒരുപാട് കാഴ്ചകൾ ഇനിയും നമുക്ക് കാണാനായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മധുരൈ സുൽത്താൻ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? അതിനായിട്ട് നമ്മുടെ അടുത്ത എപ്പിസോഡ് പുറകെ വരുന്നുണ്ട്. അപ്പോൾ മധുരൈ സുൽത്താൻ ആരാണെന്നുള്ളതും മധുരയിലെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അവസാന എപ്പിസോഡ് 2 എപ്പിസോഡായിട്ടാണ് നമ്മൾ ഈ മധുരൈ സുൽത്താൻ എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ സീരീസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡും എല്ലാവരും കാണണമെന്ന് പറയുന്നു. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. വാട്ട്സ് യുവർ നെയിം? സുൽത്താൻ. താങ്ക് യു.